നിയമം സാധാരണഗതിയിൽ ആവശ്യമാണെന്ന് വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ? രണ്ട് ഭാഗങ്ങളിലേക്ക്. ഒന്ന്, ഗവൺമെൻറ് റൂൾസ് ഓഫ് ബിസിനസ്സിലും കാണാം. നിയമസഭയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിയമസഭയുടെ ചട്ടങ്ങൾക്കകത്തും കാണാം. ഞാൻ ഓരോന്നും ഉദ്ധരിക്കുന്നില്ല. ഗവൺമെൻറ്റിൽ ഒരു വകുപ്പിന് ഇപ്പോൾ ഒരു ബില്ല് വേണം തോന്നി, ആ വകുപ്പ് അത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയാൽ ആ വകുപ്പിൻ്റെ മന്ത്രി അതിന് നയപരമായ അംഗീകാരം നൽകണം. ഇപ്പോൾ ഒരു ഹെൽത്തിൻ്റെ ഒരു ബില്ല് ആവശ്യമാണ്, അതിന് നയപരമായൊരു അംഗീകാരം വേണം. ആ അംഗീകാരം ആ വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ നിയമവകുപ്പിന് പോകും. നിയമവകുപ്പ് മന്ത്രി അത് നയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ പിന്നെ നിയമത്തിൻ്റെ നടപടിയിലേക്ക് പോവാം. ആ വകുപ്പ് നിയമവകുപ്പുമായി ചേർന്ന് കരട് ബില്ല് തയ്യാറാക്കും. കരട് ബില്ല് മന്ത്രിസഭയിൽ വെച്ച് മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങിക്കണം. അല്ലാതെയും വേണമെങ്കിൽ ചട്ടം ഈ റൂൾസ് അംഗീകരിക്കുന്നുണ്ട്. അത്യപൂർവ സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ ക്യാബിനറ്റിൽ പോകാതെയും മുഖ്യമന്ത്രി മറ്റൊരു തരത്തിൽ തീരുമാനിക്കുമില്ലെങ്കിൽ ക്യാബിനറ്റിൽ വയ്ക്കണമെന്നുള്ളതാണ് റൂൾസ് ഓഫ് ബിസിനസ് പറയുന്നത്. ആ ബില്ല് നിയമസഭയിൽ കഴിച്ച് നിയമസഭയുടെ ഒരു പരിശോധന കൂടി കഴിഞ്ഞ് പബ്ലിഷ് ചെയ്താൽ പിന്നെ നിയമസഭയുടേതായി, പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ്. പബ്ലിഷ് ചെയ്യുമ്പോൾ മുതൽ യഥാർത്ഥത്തിൽ നിയമസഭ അംഗങ്ങളുടെ ജോലി തുടങ്ങുകയാണ്. ഇപ്പം നമ്മുടെ പല അംഗങ്ങളും വളരെ സമർത്ഥമായി തന്നെ ഇതിൽ ഇടപെടുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് പാർലമെൻറ്റിലുള്ള പോന്നിരുന്നു, ഈ കമേഴ്സ്യൽ ബെഞ്ച് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു സെലക്ട് കമ്മിറ്റി വന്നു. അപ്പോൾ നമുക്കധികം അറിയാത്ത മേഖലയാണല്ലോ. അപ്പോൾ കേളുവമ്പിയരാണ് അന്നത്തെ ജീവിച്ചിരിക്കുന്ന ഭരണഘടനാ വിദഗ്ധൻ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്നു ഇത് സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലൊരാൾ കൂടെ വരാറുണ്ട് കേരള നിയമസഭയിൽ നിന്ന്. ഞാൻ ചോദിച്ചു ആരായിരുന്നു? TM ജേക്കബ്. TM ജേക്കബ് ചില ദിവസം രാത്രി തീവണ്ടിയിൽ ഇങ്ങോട്ട് വരും, വന്നിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ചർച്ച ചെയ്യും. എന്നിട്ട് രാവിലെ തന്നെ അദ്ദേഹം തിരിച്ച് നിയമസഭയിലെത്തും. അപ്പോൾ ഈ ബില്ലിൽ നമുക്ക് തന്നെ അറിയണമെന്നില്ല, നമുക്ക് എല്ലാ ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിയാവുന്നവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഓരോരുത്തരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെയും നിലപാടുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരവരെ തീരുമാനിക്കുന്നത്.